നിനക്ക് എല്ലാ ക്വസ്റ്റിനും ചെയ്യാൻ പറ്റുമോ? ആടാ എന്ത് പറ്റി, നീ ചെയ്തില്ല? ഇല്ല, ഞാൻ ലാസ്റ്റ് ക്വസ്റ്റിന് സ്റ്റക്കായി പോയി. എന്ത് പറ്റി, നീ ചെയ്തൊന്ന് കാണിച്ചേ. എടാ ഇത് ഇങ്ങനൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഈ എക്സ് ഒക്കെ ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തോരം ടൈം കൺസ്യൂമിംഗ് ആണെന്നറിയാവോ? നിനക്ക് മിക്സ്ഡ് ആപ്ലിക്കേഷൻ വെച്ച് ഇത് സിമ്പിളായിട്ട് ചെയ്തുകൂടെ? നിനക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല? ഇല്ല, ഞാൻ കാണിച്ചുതരാം. അതായത് 8,000 രൂപയല്ലേ അവർ 2 ബാങ്ക് ആയിട്ടുള്ള എയിലും ബിയിലും ഇൻവെസ്റ്റ് ചെയ്തത്. അതിനകത്ത് എക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 11% പലിശയ്ക്കും ബിയിൽ 6% പലിശയ്ക്കും അല്ലേ ഇവർ ഇൻവെസ്റ്റ് ചെയ്തത്. അങ്ങനെ വരുമ്പോൾ 8,000-ന്റെ 11% എന്ന് പറയുമ്പോൾ 880-ഉം 6% എന്ന് പറയുമ്പോൾ എത്രയാണ്? 480 അല്ലേ വരുന്നത്. ഇവിടെ നോക്കി അവരുടെ ടോട്ടൽ ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട് 5 വർഷത്തേക്ക് 3,650 ആണ് അവർക്ക് 5 വർഷത്തേക്ക് കിട്ടുന്ന ടോട്ടൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു വർഷത്തേക്ക് കിട്ടുന്നത് 3,650 ഡിവൈഡഡ് ബൈ 5, അതായത് 730 ആണ് ഇവർക്ക് വരുന്ന ടോട്ടൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവരുടെ ഡിഫറൻസ് എടുത്താൽ മതിയല്ലോ. ഇത് ഡിഫറൻസ് എടുക്കുമ്പോൾ 880-ഉം 730-ഉം തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 150-ഉം 480-ഉം 730-ഉം തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുമ്പോൾ 250 ആണ് കിട്ടുന്നത്. ഇപ്പോൾ റേഷ്യോ പ്രകാരം 5:3 എന്ന് കിട്ടും. അതായത് 5,000 രൂപ എയിലും ബിയിൽ 3,000 രൂപയായിരിക്കും ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ബിയിൽ എത്ര ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്, അതായത് 3,000 രൂപയായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇത്രയുള്ള കാര്യം, ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള കാര്യത്തിനാണ് നീ ഇത്രയും വലിയ എക്സും വൈ ഒക്കെ ഇട്ട് ചെയ്യുന്നത്. ഇതിങ്ങനെയും ചെയ്യാറുന്നല്ലേ?